ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യയിൽ ദിവസരതിയിൽ പിന്നെയും നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന് നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും സർവശക്തനായ ദൈവം ഒരുക്കിയ വിലപ്പെട്ട സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. കൃപയാൽ 2025 പ്രവേശിപ്പാൻ കർത്താവ് കൃപ നൽകി. നമ്മുടെ ന്യൂ ഇയറിലെ പ്രാരംഭ ബൈബിൾ സ്റ്റഡിയാണ്. സ്തോത്രം. ഇന്ന് കാണിച്ച ഈ ഉത്സാഹം എല്ലാവരും ഈ വർഷം മുഴുവൻ കാണിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇനിയുള്ള സമയങ്ങളൊക്കെ ദൈവസന്നിധിയിൽ നമുക്ക് താഴുവാനും പഠിക്കുവാനും നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടിയുള്ളതൊക്കെ കരുതേണ്ട സമയമാണ്. യാക്കോബ് പറഞ്ഞതുപോലെ ഞാൻ ഇനി എപ്പോൾ എൻ്റെ ഭവനത്തിന് വേണ്ടി കരുതും. അതുകൊണ്ട് നമ്മുടെ നിത്യഭവനത്തിന് വേണ്ടിയുള്ള കരുതൽ നാം അവഗണിക്കപ്പെട്ടു പോകരുത്. അധികം പ്രാർത്ഥിപ്പാനും നാം ഒരുമിച്ച് ധ്യാനിക്കുന്ന പോലെ ദൈവസന്നിധിയിൽ അവൈലബിൾ ആകുവാൻ എന്തെല്ലാം നമ്മൾ ഈ വിഷയം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പിശാച് മാക്സിമം നമ്മളെ അവൈലബിൾ ആക്കാതിരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളുമായിട്ട് വരും. അത് മനസ്സിലാക്കി വേണം നാം ഈ ആത്മീയ യുദ്ധത്തിൽ നിൽക്കാൻ. ദൈവിക പദ്ധതികൾ സഭയുടെ മേൽ കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ അത് അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പിശാച് മെനയും. ഹൃദയത്തിനകത്ത് ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടണം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം, എനിക്ക് അവൈലബിൾ ആകണമുള്ള ആഗ്രഹവും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ പ്രാർത്ഥിച്ചോണം. സ്തോത്രം. എന്തു വില കൊടുത്തും അതിലേക്ക് നാം എത്തുവാൻ തയ്യാറാകണം. ആത്മാവ് നമുക്ക് തുണ നിൽക്കും. സ്തോത്രം. എപ്പോഴും പിശാചും പോരാട്ടവും മാത്രം പറയരുത്. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തുണ നിൽക്കും. ആത്മാവ് നമ്മളെ ശക്തീകരിക്കും. നാം പുറമോട്ട് പോകാതെ മുന്നേറുവാനും പഠിക്കുവാനും ഗ്രഹിക്കുവാനും കൃപയിൽ വളരുവാനും മനഃപൂർവമായി നാം ആഗ്രഹിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവാണ് നമ്മളെ വളർത്തി ഒരുക്കിയെടുക്കുന്നത്. ചില ആഴ്ചകളായി നമ്മൾ 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. ദിവ്യ സ്വഭാവത്തിന് നാം കൂട്ടാളിയായി തീരണം. ദിവ്യ ശക്തി നമ്മുടെ ജീവനും ഭക്തിക്കും എല്ലാം ദാനം നൽകി തന്നിട്ടുണ്ട്. വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങൾ ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് ആരും നഷ്ടമാക്കരുത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അല്പസമയം നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ മോഹത്തുള്ള നാശം വിട്ട് ഒഴിയണം. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരണം. അതിനുള്ള ഒരു ചുരുങ്ങിയ സമയം മാത്രമാണ് നമ്മുടെ മനുഷ്യായുസ് എന്ന് പറയുന്നത്. ലോകത്തിന്റെ മോഹത്തിൽ ബന്ധിക്കപ്പെട്ട് നിത്യനാശത്തിലോട്ട് പോകാതെ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ച് കൃപ പ്രാപിച്ച് ആത്മീയ വർധനവും പ്രാപിച്ച് കർത്താവിനോട് ചേർന്നിരുന്ന് ഓരോന്നിനെ കൃപയായി ജയിച്ച് കീഴടക്കേണ്ടതിനെ കീഴടക്കി നിങ്ങളുടെ അകത്തുള്ള ആത്മീകൻ പുറത്തു വരണം, ആത്മസ്വഭാവം പുറത്തു വരണം. ഇവിടെ പറയും ദിവ്യ സ്വഭാവത്തിന് ഡിവൈൻ നേച്ചറിലോട്ട് നമ്മൾ ട്രാൻസ്ഫോം ആകണം. അങ്ങനെ കർത്താവിന്റെ വരവെങ്കിൽ നാം എടുക്കപ്പെടുവാൻ തയ്യാറാകണം. ഈ പ്രോസസ്സിങ്ങിന്റെ ഇടയിൽ ആണ് നമ്മൾ ശുശ്രൂഷകളുണ്ട്, കുടുംബമുണ്ട്, തലമുറകളുണ്ട്, വീട്ടിലെ കാര്യമുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ജീവിതമാണ് നമ്മുടെ. അതെല്ലാം നിറവടിയായി ചെയ്യുമ്പോൾ തന്നെ നാം വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയും ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാം ബാലൻസ് ചെയ്തു പോകണം. കുടുംബം നമുക്ക് വേണം, ജോലി നമുക്ക് വേണം, കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തണം, അവരെ നമുക്ക് പഠിപ്പിക്കണം, ആത്മീയ നമുക്ക് വേണം, പ്രാർത്ഥന നമുക്ക് വേണം, വചനധ്യാനം വേണം. ഇതെല്ലാം ബാലൻസ് ചെയ്ത് പോകണമെങ്കിൽ ദൈവകൃപ അമിതമായിട്ട് നമുക്ക് വേണം. നാം പ്രാർത്ഥിക്കണം, എനിക്കിതെല്ലാം എൻ്റെ നിത്യതയ്ക്ക് സ്തോത്രം തടസ്സം വരാത്ത രീതിയിൽ ഇതിനെല്ലാം നന്നായി നിയന്ത്രിപ്പാൻ, നന്നായി കൈകാര്യം ചെയ്യാനുള്ള കൃപ ദൈവമക്കൾ ചോദിച്ച് വാങ്ങിക്കണം. സ്തോത്രം. ഇപ്പൊ നമ്മൾ ധ്യാനിച്ചു വന്ന കൂട്ടത്തിൽ ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. വിശ്വാസം ഉണ്ട്, പക്ഷെങ്കിൽ ഇത് വർദ്ധിക്കണം, കൂട്ടണം.
വിശ്വാസം മാത്രം പോരാ, വിശ്വാസത്തോട് കൂടെ ഈ ആദ്യത്തെ 4-5 കാര്യങ്ങൾ ദൈവവുമായിട്ട് റിലേറ്റ് ചെയ്യും. നമ്മുടെ എന്താ പറയണ്ടത്, നമ്മുടെ അകത്തെയുള്ള മനുഷ്യനെ, ആ ഡിവൈൻ നേച്ചറിനെ കാണിക്കുന്ന കാര്യങ്ങളാണ് ആദ്യത്തെ 4-5 കാര്യങ്ങൾ പറയുന്നത്. വിശ്വാസം, വിശ്വാസത്തോട് കൂടെ വളരുന്നതനുസരിച്ച്, വചനം ധ്യാനിച്ചും പ്രാർത്ഥിക്കുന്നതനുസരിച്ച് വിശ്വാസത്തോട് കൂടെ ആ ക്യാരക്ടർ, വീര്യം, വെർച്യു, ആ ഗുഡ് മോറൽ ക്വാളിറ്റി നമ്മളിൽ വെളിപ്പെട്ടു വരണം. ദൈവിക പരിജ്ഞാനത്തിലോട്ട് അത് നമ്മൾ വർദ്ധിക്കണം. സ്തോത്രം. ഇന്ദ്രിയ ജയം, സെൽഫ് കൺട്രോൾ, അത് വർദ്ധിക്കണം. സ്തോത്രം. പിന്നെ സ്ഥിരത, ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. വചനത്തിനകത്ത് നമുക്കൊരു സ്ഥിരത വേണം, ദർശനത്തിനകത്ത് ഒരു സ്ഥിരത വേണം, കാഴ്ചപ്പാടുകൾക്കകത്തൊരു സ്ഥിരത വേണം. ഉറച്ചു നിൽക്കണം. അത് വർദ്ധിക്കണം. പെട്ടെന്ന് വാടിപ്പോകുന്ന ക്ഷീണിച്ചു പോകുന്ന അന്തരീക്ഷമൊക്കെ മാറി അകത്തെ മനുഷ്യൻ ശക്തിയോടെ വെളിപ്പെട്ടു വരണം. പൗലോസിനെ പറ്റി പറയുന്നു, പുറമെയുള്ള ക്ഷയിച്ചാലും അകമെയുള്ള നാൾക്കുനാൾ ബലപ്പെട്ടു വരുന്നു. അങ്ങനെ അവർ എന്ത് പ്രതിസന്ധി വിഷയങ്ങളൊക്കെ കടന്നു വന്നാലും പെട്ടെന്ന് വാടിപ്പോകാതെ സ്ഥിരതയുള്ളവരായി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലോട്ട് കയറി വരണം. എന്നിട്ട് വരുന്നത് നമ്മൾ ലാസ്റ്റ് ധ്യാനിച്ചത് ഭക്തിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം മുഴുവൻ ഭക്തിയുടെ വേഷമാണ് കാണുന്നത്. ആദിമ സഭയിൽ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പേര് പറഞ്ഞു വന്നവരുണ്ട്. പക്ഷെ അവരെ കണ്ടെത്താനുള്ള കൃപ ആ സഭയ്ക്കുണ്ടായിരുന്നു. സാത്താനോ വെളുത്ത ദൂതന്റെ വേഷം കെട്ടും. ഭക്തിയുടെ വേഷം കെട്ടൽ ഒത്തിരിയുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതുപോലെ ശൗലിന്റെ പടച്ചട്ടയിട്ട് വരുന്ന ഒരുപാട് എണ്ണമുണ്ട്. നമ്മൾ ഓർക്കും ഇതെല്ലാം കറക്റ്റ് ആണെന്ന്. ആത്മാക്കളെ വിവേചിപ്പാനുള്ള ദൈവം പ്രാപിക്കണം. ഭക്തിക്കകത്തൊരു ശക്തിയുണ്ട്. അതുകൊണ്ട് ദൈവം ഭക്തി എന്ന് പറയുന്നത് ആ ദൈവത്തോടുള്ള ആ സിൻസിയർ ഡിവോഷൻ, ദൈവത്തോടുള്ള ആ ദൈവ ഭയം, ദൈവം പറയുന്ന കൽപ്പനകൾ, പ്രമാണങ്ങൾ അനുസരിക്കാനുള്ള നമ്മുടെ ആ മനോഭാവം, ഇതൊക്കെയാണ് ഭക്തി എന്ന് പറയുന്നത്. വല്ലവിധേന ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുക. ഏത് കാര്യം ചെയ്താലും ഇതെന്റെ ദൈവത്തിന് പ്രസാദകരമാണോ എന്ന് ഒന്ന് ചിന്തിക്കുന്ന ആ ഒരു ജീവിതം, ഇതാണ് ഭക്തി എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സ് വിലക്കുമ്പോൾ നാം പിന്മാറും. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്നതുകൊണ്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തെ ഭക്തിയോടെ ജീവിക്കുന്നവർക്കെല്ലാം എന്തുകൊണ്ട്, ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്കെല്ലാം സുഖമല്ല. എല്ലാവർക്കും കഷ്ടമുണ്ട്, ഉപദ്രവമുണ്ട്, തിക്താനുഭവങ്ങൾ വരും. സ്നേഹിതന്മാർ ഒറ്റപ്പെടുത്തും, കൂടപ്പുറപ്പുകൾ തെറ്റിദ്ധരിക്കും. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് വെളിപ്പെടുന്ന ദൈവിക വിശുദ്ധിയും വെളിപ്പാടും അനുസരിച്ച് നാം വില കൊടുക്കണം. അതുകൊണ്ട് ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുക. വചനം പറയുന്നത് അത് വർദ്ധിക്കണം. ഭക്തി വർദ്ധിക്കുമ്പോൾ ഒരിക്കലും സ്നേഹം കുറയത്തില്ല. ഭക്തി വർദ്ധിക്കുമ്പോൾ ഒരിക്കലും ഉത്തരവാദിത്വത്തിൽ നിന്ന് കുറയത്തില്ല. ഭക്തി അങ്ങോട്ട് വർദ്ധിച്ചു കഴിയുമ്പോൾ പിന്നെ ആരെയും മനസ്സിലാക്കാതെ പോകത്തില്ല. ഭക്തി അങ്ങോട്ട് വർദ്ധിച്ചു കഴിയുമ്പോൾ പിന്നെ ആരോടും മിണ്ടാട്ടം അങ്ങനൊന്നുമല്ല കേട്ടോ. സ്തോത്രം. വചനം നന്നായിട്ട് പഠിക്കുമ്പോൾ എല്ലാം വളരെ ഭംഗിയായിട്ട് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നത്. ഭക്തി അങ്ങോട്ട് കൂടുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇനിയും തൊട്ട് ആരെയും വിളിക്കത്തുമില്ല, മിണ്ടത്തുമില്ല, ആരുടെ വീട്ടിലും പോകത്തില്ല. ഭക്തിയാടെ സ്തോത്രം സ്തോത്രം സ്തോത്രം, എപ്പോഴും പ്രാർത്ഥിപ്പിൻ, ഇടപെടാതെ സ്തോത്രം ചെയ്യുന്നും പറഞ്ഞ് മുറിക്കാത്തിരുന്ന് ഇങ്ങനെ സ്തോത്രം പറഞ്ഞതല്ല ഭക്തി. സ്തോത്രം. ഓരോന്ന് പഠിച്ചു വരുമ്പോൾ നമുക്ക് അതിന്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത് നമ്മൾ വർദ്ധിക്കണം. സ്തോത്രം. അല്ലെങ്കിൽ ഭക്തി കൂടി രാവിലെ സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെ കുറെ ദിവസമായിട്ട് ഭക്തി വർദ്ധിക്കണം, വിശ്വാസം വർദ്ധിക്കണം എന്നും പറഞ്ഞ് ഞാൻ അതെല്ലാം വർദ്ധിപ്പിച്ചു. പിന്നെ പിള്ളേർ ഉച്ചയ്ക്ക് 3 മണിയാകുമ്പോൾ പിള്ളേർ സ്കൂളിൽ നിന്ന് വരും, ഭാര്യ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരും. ക്ഷീണിച്ച് വരുമ്പോൾ എന്ത് വേണം? അവർക്ക് വല്ല ആഹാരം വേണം. അപ്പൊ ഭക്തി കൂടിപ്പോയതും പറഞ്ഞ് പ്രാർത്ഥിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഇന്ന് മക്കളെ ഇന്നൊന്നും വെച്ചില്ല കേട്ടോ. ഇന്ന് പാസ്റ്റർ പറഞ്ഞ വചനം ഇന്ന് ഏറ്റെടുത്ത് ഞാൻ ഇങ്ങനെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം വീട്ടിനകത്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അതല്ല ഭക്തി. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് സുബോധത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവിന് അറിയാം
എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അത് എപ്പോഴും പ്രാർത്ഥിച്ചോണം കേട്ടോ. ബാലൻസ് ചെയ്ത് പോകണം. എല്ലാം നമുക്ക് കുടുംബജീവിതം വേണം, തലമുറകൾ വേണം, സഹോദര ബന്ധം വേണം, ദൈവസ്നേഹം വേണം, ആത്മീയം വേണം. ഇതെല്ലാം എന്ത് ചെയ്യണം? ആ ബാലൻസ് ചെയ്ത് പോകാനുള്ള കൃപ നിങ്ങൾ പ്രാപിക്കണം. അതുകൊണ്ട് ഭക്തി സ്തോത്രം ഞാൻ കഴിഞ്ഞ ആഴ്ച അത് ഒരുമാതിരി പറഞ്ഞത് കൊണ്ട് വീണ്ടും അതിനകത്ത് മുൻപോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഭക്തിയുടെ വേഷം ഒരുപാട് കാര്യമുണ്ട്, പോട്ടെ, മതി. എങ്കിലും നമ്മൾ വർദ്ധിപ്പിക്കുക. അടുത്ത ഭാഗത്തോട് നമുക്ക് വരാം. സ്തോത്രം. ഭക്തിയോട് സഹോദര പ്രീതിയും കൂട്ടിക്കൊള്ളണം. അവിടെ നമ്മൾ വിഷയം ഭക്തിയുണ്ട്, പക്ഷെ ഭക്തിയും കൊണ്ടിരുന്നാൽ പോരാ. ഭക്തി ഉള്ളപ്പോൾ തന്നെ ഇപ്പൊ എന്തൊക്കെ വർദ്ധിച്ചു? വിശ്വാസത്തോടുകൂടെ നല്ല സ്വഭാവം, സ്തോത്ര വീര്യം, വീര്യത്തോടുകൂടെ പരിജ്ഞാനത്തോടുകൂടെ സെൽഫ് കൺട്രോൾ, ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോടെ സ്ഥിരത, സ്ഥിരതയോടെ ഭക്തി. ഇത്രയും കൂട്ടി കഴിയുമ്പോഴത്തേക്ക് അടുത്തതാണ് ബന്ധങ്ങൾ. മറ്റുള്ളവർ ഇത്രയും നമ്മളും ദൈവവുമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ പേഴ്സണുമായിട്ട് ഡീൽ ചെയ്ത വിഷയമാണ് ഈ പറയുന്ന 4-5 കാര്യങ്ങൾ. അടുത്ത 2 കാര്യങ്ങൾ ഓർത്തോണം. ഇത്രയും കൂടുന്നവർ വിശ്വാസവും വീര്യവും പരിജ്ഞാനവും ഇന്ദ്രിയവും സ്ഥിരതയും ഭക്തിയും കൂടുമ്പോൾ തന്നെ അതോടൊപ്പം എന്തുകൂടെ കൂടണം? സഹോദര പ്രീതി, ബ്രദർലി കൈൻഡ്നസ്. അതൊരു വലിയ വിഷയമാണ്. കഴിഞ്ഞ ദിവസം ഒക്കെ പല സംഭവങ്ങൾ പലയിടത്ത് നടന്നതും കേട്ടതുമൊക്കെ ഇങ്ങനെ അറിയുവാനായിട്ടായിത്തീർന്നു. ഒരുപാട് സങ്കടവും വിഷമവും തോന്നി. അതിൻ്റെ അകത്ത് ഒരു കാര്യം ഭക്തി കൂടിപ്പോയത്. ഭക്തിയും ആരാധനയെല്ലാം കൂടി, പക്ഷെങ്കിൽ ബന്ധങ്ങൾ, സഹോദര ബന്ധങ്ങൾ, സ്തോത്രം, അല്ലെ അതിനെ പറ്റിയുള്ള വെളിപ്പാട് നഷ്ടപ്പെട്ടു പോയി, ഭക്തി കൂടിപ്പോയി. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപകടം ഉണ്ടാക്കരുതെന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. സ്തോത്രം. സഹോദര പ്രീതി എന്ന് പറയുമ്പോൾ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചു വരുമ്പോൾ നമുക്കത് മനസ്സിലാകാം. റോമാലേഖനം 12-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിച്ച. റോമാലേഖനം 12:9 സോറി. നിർവ്യാജമായിരിക്കട്ടെ, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, ശ്രദ്ധിച്ചേ. തമ്മിൽ സ്ഥായികൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് തമ്മിൽ സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുകയും. അപ്പോൾ ധാരോടാ പറയുന്നത്? ഏത് ഘട്ടത്തിലാ പറയുന്നത്? വിശ്വാസം വർദ്ധിച്ചു, വീര്യം വർദ്ധിച്ചു, പരിജ്ഞാനം വർദ്ധിച്ചു, സ്തോത്രം, ഇന്ദ്രിയജയം വർദ്ധിച്ചു, സ്ഥിരത വർദ്ധിച്ചു, ഭക്തിയും വർദ്ധിച്ചു. അപ്പോൾ തന്നെ നാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സഹോദര പ്രീതി. നമ്മോട് ഒരുമിച്ച് രക്തബന്ധങ്ങൾ മാത്രമല്ല, യേശുവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട നമ്മളെല്ലാം ക്രിസ്തുവിന്റെ ഭവനക്കാരാണ്, ദൈവത്തിന്റെ ഭവനക്കാരാണ്. നമ്മളെല്ലാം ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ്. നമ്മളെല്ലാം സഹോദരങ്ങളാണ്. ഒറ്റ ഭവനത്തിൽ ഒരപ്പന്റെ മക്കളാണ്. അതുകൊണ്ടാണ് ദൈവസ്നേഹത്തെക്കാൾ തീവ്രതയുള്ള ബന്ധമാണ് ദൈവമക്കളുടെ ബന്ധമെന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു സഹോദര പ്രീതി, ആ പ്രീതിയുടെ ആ സ്നേഹത്തിന്റെ പ്രത്യേകത നിർവ്യാജ്യമായിരിക്കണം. വ്യാജമല്ലാത്ത സിൻസിയർ ജെന്യൂൻ ലവ് ആയിരിക്കണം ദൈവ മക്കൾ തമ്മിൽ കൈമാറേണ്ടത്. സ്തോത്രം. ഒരു നാട്യം, ഒരു അഭിനയം അതൊരിക്കലും പാടില്ല, അതൊരിക്കലും സംഭവിക്കരുത്. യഥാർത്ഥ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് എൻ്റെ കൂട്ടു സഹോദരൻ, എൻ്റെ കൂടപ്പിറപ്പ് എന്നുള്ള ആ മനോഭാവത്തിൽ സ്നേഹിക്കാൻ കഴിയണം. സ്നേഹം കൊടുക്കുവാനും സ്നേഹം വാങ്ങിക്കുവാനും കഴിയണം. കാരണം സ്തോത്രം, നാം നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുകയാണ്. വിലയേറിയത് അതിമഹത്തായ വാക്തത്വങ്ങൾ നമുക്ക് വേണ്ടിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളിൽ ഒരിക്കലും ഒരു അകൽച്ച ഉണ്ടാകരുത്. ഇത് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, സഹോദര എല്ലാവരെയും ഒരുപോലെ സ്നേഹിപ്പാൻ, ഒരുപോലെ ഉൾക്കൊള്ളുവാൻ,
കുറവുകളും പോരായ്മകളും വന്നാൽ പോലും കുറവുകളോട് കൂടെ പോരായ്മകളോട് കൂടെ ഉൾക്കൊണ്ട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുക. ഇത് വെളിപ്പെട്ടു വരണം. ഇത് തമ്മിൽ ആചരിക്കേണ്ട കാര്യമാണ്. തുടർന്നുള്ള വാക്യങ്ങൾ കാണുവാൻ കഴിയും. നാം തമ്മിൽ ആചരിക്കേണ്ട കാര്യമാണ്. അന്യോന്യം മുന്നിട്ട് നിൽക്കേണ്ട കാര്യമാണ്. നിർവ്യാജമായ സ്നേഹം, സിൻസിയറായിട്ട് ദൈവമക്കൾ സ്നേഹിക്കണം. നമ്മളൊരു ആത്മീയനാണ്, നിങ്ങളൊരു പ്രാർത്ഥനാ മനുഷ്യനാണെന്ന് അറിയുന്നത് കേവലം ഒരു പ്രാർത്ഥന കൊണ്ടല്ല. നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ഇടപെടലുകൾ, നിങ്ങളുമായിട്ട് സഹകരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ, പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ആ പെരുമാറ്റത്തിലൂടെ, സംസാരത്തിലൂടെ, സഹകരണത്തിലൂടെ ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റും നിങ്ങളുടെ അകത്തൊരു വലിയ ദൈവസ്നേഹത്തിൻ്റെ ഒരു ഒഴുക്ക് നിങ്ങളുടെ ഭവനത്തിലുണ്ട്, ഹൃദയത്തിലുണ്ട്. അത് നമുക്ക് അനുഭവിപ്പാനിടയായിത്തീരണം. അത് സംഭവിക്കണമെങ്കിൽ വിളിക്കണം, സംസാരിക്കണം, സഹകരിക്കണം. ആ ഒരു മുറിക്കാത്തിരുന്നാൽ സഹോദരപ്രീതി എങ്ങോട്ടാ ഒഴുകുന്ന? ഡോർ തുറന്ന് വരണ്ടേ പുറത്തോട്ട്. അതുകൊണ്ട് അന്യോന്യം സഹകരിക്കുകയും സ്നേഹിക്കുകയും ഈ സഹോദര സ്നേഹത്തിന്റെ ആഴങ്ങൾ ദൈവസഭയ്ക്കകത്ത് ശക്തമായി വെളിപ്പെട്ട് വരണം. അതൊരു വലിയ വിടുതലാണ്. ആ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ആ ദൈവസ്നേഹത്തിന്റെ ചങ്ങലകൾ, ദൈവസ്നേഹത്തിന്റെ ആ ബന്ധം ഓരോ കുടുംബങ്ങൾ തമ്മിൽ ഉണ്ടാകണം, ഓരോ സഹോദരങ്ങൾ തമ്മിൽ ഉണ്ടാകണം, ഓരോ വ്യക്തികൾ തമ്മിൽ ഉണ്ടാകണം. അത് ബിൽഡപ്പ് ആകുമ്പോൾ ഒരു വ്യാജനും ഇതിനകത്ത് പ്രവേശിക്കാൻ കഴിയത്തില്ല. ഒരു വ്യാജാത്മാക്കൾക്കും ഒരു സ്നേഹമല്ലാത്തതൊന്നിനും ദൈവസഭയ്ക്കകത്ത് സ്ഥാനമില്ല. കയ്പിന്റെ ഒരു വേരും മുളയ്ക്കാൻ സമ്മതിക്കത്തില്ല. കാരണം അതിനുള്ള സ്പേസ് ഇല്ല. സഹോദര സ്നേഹത്തിന്റെ, ദൈവസ്നേഹത്തിന്റെ ആഴം, അതിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ദൈവമക്കൾ നിൽക്കുമ്പോൾ ഒരു കയ്പിന്റെ വേരും മുളയ്ക്കാനുള്ള സ്പേസ് ഇടാതെ പരിശുദ്ധാത്മാവ് ദൈവസഭയെ സ്നേഹത്തിന്റെ ചങ്ങലയ്ക്കകത്ത് ബന്ധിപ്പാനിടയായിത്തീരും. ഇത് വർദ്ധിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ആമേൻ. 2 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യവും 2 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, ദൈവവചനം, ദൈവശക്തി. ഈ പൗലോസ് ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് അവൻ പിന്തുടർന്ന ഒരു വലിയ ലിസ്റ്റാണ് വായിക്കുന്നത്. ദൈവത്തിന്റെ ശുശ്രൂഷക്കാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല, തടവ്, കലഹം, അധ്വാനം, ഉറക്കളവ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം. ഇവയൊക്കെ ധരിച്ചാണ് ശുശ്രൂഷയ്ക്ക് നിന്നുകൊണ്ടാണ് അവരുടെയൊക്കെ ശുശ്രൂഷ ശക്തമായി വെളിപ്പെട്ടത്. അവരെയൊക്കെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചതിന്റെ കാരണം ഇനി എന്ത് പറഞ്ഞാലും, തിരിച്ചു പറഞ്ഞാലും, തല്ലിയാലും, കല്ലെറിഞ്ഞാലും അവരുടെ മനോഭാവത്തിന് മാറ്റമില്ല. അവർ തിരിച്ച് കല്ലെറിയത്തില്ല, കേസ് കൊടുക്കാൻ പോകത്തില്ല, വാദപ്രതിവാദം ഉണ്ടാകത്തില്ല, അവർ സത്യം തെളിയിക്കാനായിട്ട് നടക്കത്തില്ല. അവർ സകലതും ഫലമേൽപ്പിച്ച കർത്താവിന്റെ കരുത്തിൽ ഏൽപ്പിച്ച് അവരുടെ വേല ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ശക്തമായിട്ട് ദൈവം ഉപയോഗിച്ച അഭിഷക്തന്മാരിലെല്ലാം ഉണ്ടായിരുന്ന പ്രത്യേകതയാണ് എന്ത് സ്നേഹം? നിർവ്യാജ സ്നേഹം, സിൻസിയർ ലവ്. അതൊരു കൃപയാ കേട്ടോ, അതൊരു കൃപയാ. എന്ന് വെച്ചാൽ നമ്മളെ കല്ലെറിഞ്ഞാലും, നമ്മളെ മുറിച്ചാലും, നമ്മളെ അപകരിച്ചാലും, നമ്മളെ പരസ്യപോലമാക്കിയാലും സ്തോത്രം സഹോദര, പ്രൈസ് ദി ലോർഡ് എന്ന് പറയാനുള്ള കൃപ, അതൊരു അസാധ്യ കൃപയാ. അത് ദൈവമക്കൾ ചോദിച്ചു വാങ്ങിത്തോ. ഇതെന്തെങ്കിലും ഒന്ന് കേട്ടാൽ മതി, മൂക്കൊക്കെ ബൾബ് പോലെങ്കിൽ വരും, മുഖമൊക്കെ വീർത്തേക്ക് വരും. അമിസ്തോത്രം നമുക്ക് നോക്കാൻ കൂടെ പേടി വരും, കണ്ണൊക്കെ തള്ളിങ്ങി വരും. അമിസ്തോത്രം അല്ലൂയ, വാക്കും ഭാഷണവും കൂടാതെ പല കാര്യങ്ങൾ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ശബ്ദമില്ലെങ്കിലും അമിസ്തോത്രം ചെവിയൊക്കെ ഇങ്ങനെ പഴുത്തിരിക്കുന്നത് കാണാം. അപ്പം പറയും മിസ് ഇപ്പോൾ ഒന്നും പറയണ്ടെന്നാണ് പറയുന്നത്. സ്തോത്രം, ഒന്നും ആ ഭാഗത്തോട്ടേ പോകണ്ട. എങ്കിലും കർത്താവ് കൃപയാൽ ഇത്രത്തോളം നമ്മളൊക്കെ നിയന്ത്രിച്ചല്ലോ. സ്തോത്രം. അതുകൊണ്ട് നിർവ്യാജ സ്നേഹത്തിന് ആഴം വെളിപ്പെട്ട് വരണം. ആരോടും പക തോന്നരുത് കേട്ടോ, ആരോടും കയ്പ് തോന്നരുത്. നമ്മളെല്ലാം കുറവുള്ളവരാ,
നമുക്കെല്ലാം മണ്ടത്തരം സംഭവിക്കും, നമുക്കെല്ലാം പോരായ്മകൾ വരും. പക്ഷെ ആ ആഴമേറിയ സ്നേഹത്തിന്റെ മുൻപിൽ അതെല്ലാം അലിഞ്ഞു പോകുമെന്ന്, അതെല്ലാം ഇല്ലാതായി പോകും. ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ, ഒരു ബലഹീനത വന്നാൽ പോലും ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തിൽ അംഗീകരിക്കാൻ കഴിയും. അതുകൊണ്ട് അവൻ നിർവ്യാജ സ്നേഹം 1 തീമോഥെയോസ് 1-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ നമുക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ആമേൻ. അവിടെ എല്ലാം നമുക്ക് മാറി മാറി കാണാൻ കഴിയുന്നത് നിർവ്യാജ സ്നേഹം. ഞാൻ പറഞ്ഞു പോട്ടെ, 2 തീമോഥെയോസ് 1-ാം അധ്യായം അതിന്റെ 4-5 വാക്യത്തിൽ ആമേൻ തീമോഥെയോസിന്റെ മാതാക്കളെ പറ്റി പറയുന്ന ഭാഗം നമുക്കറിയാം. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു. എന്താണ് ആ വിശ്വാസത്തിന്റെ പ്രത്യേകത? 4-ാമത്തെ വാക്യത്തിൽ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം. അപ്പം അമിസ്തോത്രം ഭവനങ്ങളിൽ, മാതാക്കളിൽ, ദൈവദാസന്മാർ, ദൈവമക്കളിൽ, ആദിമ സഭയിൽ കണ്ടത് രോഗശാന്തി മാത്രമല്ല കേട്ടോ, ശ്രദ്ധിക്കണേ. അത്ഭുത രോഗശാന്തി മാത്രമല്ല, വീര്യപ്രവൃത്തി മാത്രമല്ല, ഭൂതങ്ങൾ വിട്ടുപോയതും മുടന്തർ സൗഖ്യമായതും മരിച്ച ഉയർത്തെഴുന്നേറ്റതും മാത്രമല്ല ആദിമസഭയുടെ അടയാളം. നിർവ്യാജ സ്നേഹം, സഹോദര പ്രീതി, ഏക മനസ്സ്, ആത്മാവിന്റെ ഐക്യത. ഇത് നമ്മൾ കാണാതെ പോയിട്ട് കർത്താവേ ആദിമ നൂറ്റാണ്ടിലുണ്ടായ അടയാളവും അത്ഭുതവും ഇവിടെ സംഭവിക്കണേ. പക്ഷെ അതോടെ സംഭവിച്ചിട്ട് വേണം ഇത് സംഭവിക്കാൻ. മരിച്ച ഉയർത്തെഴുന്നേൽക്കാൻ ഇതെല്ലാം നല്ലതാ. പക്ഷെങ്കിൽ സ്തോത്രം, ഇതെല്ലാം എവിടുന്ന ഉളവായ അതിന്റെ ഫൗണ്ടേഷൻ എന്താണ്? അത്ഭുതങ്ങൾ നടന്നെങ്കിൽ, അടയാളം നടന്നെങ്കിൽ, ആത്മാവ് ശക്തമായിട്ട് സഭയ്ക്കകത്ത് ഇറങ്ങിയതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വിധത്തിൽ വിശ്വാസം, വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയജയം, സ്ഥിരത, ഭക്തി, ഓർഡറായിട്ട് അവിശ്വാസത്തിന്റെ തലങ്ങൾ ക്രമമായിട്ട് പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആ നിലയിൽ ഒരുക്കപ്പെട്ടത് കൊണ്ടാണ് അവിടെ എല്ലാം വൻ കാര്യങ്ങൾ സംഭവിച്ചത്. അതുകൊണ്ട് ദൈവസഭയോട്, ദൈവമക്കളോട് വളരെ സ്നേഹത്തിൽ ഓർപ്പിക്കുന്നു, ബീങ് അവൈലബിൾ ഫോർ ഗോഡ്. ദൈവത്തിന് ലഭ്യമാകുക. ദൈവം നമ്മളെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ നമുക്കെല്ലാം ആഗ്രഹമുണ്ടെങ്കിലും അടിസ്ഥാനപരമായി കാര്യങ്ങൾ നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കി ഈ വിധത്തിൽ മറ്റുള്ള മുൻപിൽ, ദൈവസഭയുടെ മുൻപിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യണം. ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് തയ്യാറാക്കണം. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവുമുള്ളത്, കരുണയും സൽഫലവും നിറഞ്ഞത്, പക്ഷപാതവും കപടവുമില്ലാത്തത്. ശ്രദ്ധിച്ചാട്ടെ, ഈ കാലഘട്ടത്തിൽ ആത്മീയഗോളത്തെ ചതിക്കുന്നൊരു സാധനമാണ് ഈ കപടത, നാട്യം, മുഴുവൻ വ്യാജാത്മാക്കളാണ്. വ്യാജ ദൈവദാസന്മാർ, വ്യാജ പ്രവാചകന്മാർ, കള്ളപ്രവാചകന്മാർ, കള്ള അപ്പോസ്തലന്മാർ, കള്ള ഉപദേഷ്ടാക്കന്മാർ, കള്ള വിശ്വാസികൾ, വെറുതെ അന്യഭാഷ പറയുന്ന, ഒരു മനസാന്തരമില്ലെങ്കിലും പ്രാർത്ഥനയില്ലെങ്കിലും എല്ലാം വേറൊരു വല്ലാത്ത അവസ്ഥയെ പൊക്കോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ. സ്തോത്രം. ഈ സഹോദര പ്രീതി എന്നുള്ള ആ വാക്കിന്റെ ഒരു അർത്ഥം സിൻസിയർ ആയിരിക്കുക, യഥാർത്ഥ സ്നേഹം. ഫിലാദൽഫിയ ലവ്, അഗപ്പെ ലവ് ആണ് സാക്രിഫിഷ്യൽ ലവ്. എല്ലാം ഉൾക്കൊണ്ട് സ്നേഹിക്കുന്ന, എല്ലാം മനസ്സിലാക്കി സ്നേഹിക്കുന്ന ആ ഒരു സ്നേഹം ഇത് വർദ്ധിക്കണം. നമ്മളൊക്കെയാണ് എന്തെങ്കിലും ഒന്ന് കേട്ട അന്നേരം ഫുൾ സ്റ്റോപ്പ് ഇടും, മതിയെന്ന് പറയും. പൊട്ടിപ്പോകുന്നവരെല്ലാവരും, തകർന്നു പോകുന്നവരെല്ലാവരും. കാരണം സ്ഥിരത വർദ്ധിക്കാത്തത് കൊണ്ട്, ഇന്ദ്രിയം വർദ്ധിക്കാത്തത് കൊണ്ട്, സ്നേഹത്തിന് നന്മയാൽ തിന്മയെ കീഴടക്കുന്ന ഒരു ദൈവകൃപയിലോട്ട് നാം കയറി വരുവാനിടയായിത്തീരണം. ആമേൻ. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. റോമാലേഖനം 12:10.
സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ഇപ്പൊ ഈ വാക്യങ്ങൾ ഏത് വായിച്ചതൊക്കെ തന്നെ ഉള്ളൂ. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുൻപിട്ട് നിൽക്കുവേൻ. ആമേൻ സ്തോത്രം. 1 തെസ്സലോനിക്കർ 4:9-10 ഇനി വായിക്കണ്ട. ആമേൻ സ്തോത്രം. ആരെങ്കിലും എഴുതി വെക്ക്, നിങ്ങൾ എഴുതിക്കോ. എബ്രായ ലേഖനം 13:1, 1 പത്രോസ് 3:8. ഇവിടെ എല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് സഹോദര പ്രീതി നിലനിൽക്കട്ടെ, സഹോദര സ്നേഹം നിലനിൽക്കട്ടെ. അപ്പോൾ ദൈവസഭയ്ക്കകത്ത് നാം കടന്നു വരുമ്പോൾ പല പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. കുടുംബത്തിന് വിഷയങ്ങളുണ്ട്, മാതാപിതാക്കളുടെ ടെൻഷനുണ്ട്, കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളുണ്ട്. അമ്മേൻ ഓർത്താൽ ടെൻഷൻ അടിക്കേണ്ട ഒരുപാട് സാധനങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നാം ഒരുമിച്ച് ആത്മീയ കൂട്ടായ്മയിലേക്ക് കടന്നു വരുമ്പോൾ, ആമേൻ ദൈവസഭയിലോട്ട് കടന്നു വരുമ്പോൾ, കൂട്ടായ്മകൾ ആചരിക്കുമ്പോൾ അതെല്ലാം മറന്ന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ആ സ്നേഹത്തിന്റെ ഉൾക്കൊള്ളൽ, സ്നേഹത്തിന്റെ അക്സെപ്റ്റൻസ്, ആമേൻ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന വാക്കുകൾ കൊണ്ട് ബ്രദറെ ധൈര്യമായിട്ടിരിക്കുക. ഒരുപക്ഷെ രക്തബന്ധങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല നമ്മുടെ പ്രശ്നങ്ങൾ ഇത്രയും, അല്ലേ? നമ്മുടെ മാതാപിതാക്കൾക്ക് പോലും അറിയത്തില്ല നമ്മുടെ വിഷയങ്ങൾ. എന്നാൽ ദൈവമക്കൾക്ക് ഹല്ലേലൂയ എന്ത് വിഷയമുണ്ടെങ്കിലും അറിയത്തക്ക രീതിയിൽ, സെൻസിബിൾ ആകത്തക്ക രീതിയിൽ അതൊരു വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ദൈവസഭയ്ക്കകത്ത് അത് ശക്തിയോടെ വെളിപ്പെട്ട് വരണം. തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നവരായിരിക്കണം. ഒരു മുറിവുണ്ടെങ്കിൽ ഉണക്കുന്നവരായിരിക്കണം. ആമേൻ സ്തോത്ര. ദൈവാത്മാവിനാൽ ആ കരങ്ങൾ ചേർത്ത് തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നവരായിരിക്കണം. എപ്പോഴും ഹൃദയത്തിനകത്തൊരു കോൺഫിഡൻസ് വേണം. എനിക്ക് വേണ്ടി കരയുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 4 പേര് ദൈവസഭയ്ക്കകത്തുണ്ട്. ഒരു വിഷയം പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു വിടുതലുണ്ട്. എൻ്റെ വീട്ടുകാരോടോ സഹോദരങ്ങളോ ആരുമില്ലെങ്കിലും ദൈവസഭയുണ്ട്, എൻ്റെ സഹോദരങ്ങൾ ഉണ്ടെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് കൊണ്ടായിരിക്കണം. ഇത് സംഭവിക്കണമെങ്കിൽ നിങ്ങൾ വാ തുറക്കണം, നിങ്ങൾ പുറത്തിറങ്ങണം, നിങ്ങൾ ആ കമ്മ്യൂണിക്കേഷൻ ബിൽഡപ്പ് ചെയ്യണം, ആ ബന്ധം സ്ഥാപിക്കണം. ജോലിയെ എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരിക്കരുത്. ജോലി ചെയ്യുക, കഴിക്കുക, കിടന്നുറങ്ങുക. ആമിസ്ത്രം ദിവസം ഒരാളെ ഒന്ന് വിളിക്കണം, ഒത്തിരി പേരെ വിളിക്കണം. എന്നെ വിളിക്കണ്ട, നമുക്ക് എല്ലാ ദിവസവും കാണാം, ഒരു വിരോധമില്ല. ഒരാളെ വിളിക്കണം. ബ്രദറെ എന്തുകൊണ്ട്, സുഖമായിട്ടിരിക്കുന്നു, എങ്ങനെയുണ്ട്, ഓക്കെ ആണോ? ആമിസ്തോത്രം. നമ്മൾ ഞായറാഴ്ച കുറേ പേരുടെ ലിസ്റ്റ് വായിച്ചു, പനിയാന്നൊക്കെ ഉള്ളത്. ഒന്ന് വിളിക്കണം, പനിയാന്ന് കേട്ടു, എങ്ങനെ ഉണ്ട്, സുഖമായിട്ടിരിക്കുന്നു, മതി, ഒത്തിരി ഒന്നും വേണ്ട. ഇതൊക്കെയാണ് ദൈവസ്നേഹത്തിൻ്റെ. ചിലർ പറയുന്നത് ഞങ്ങളെ ആരും വിളിക്കത്തില്ല, ഞങ്ങളെ ആരും മൈൻഡ് ചെയ്യത്തില്ല, ഞങ്ങളുടെ വീട്ടിൽ ആരും അമിസ്തോത്രം. അപ്പം ഇവരോട് ചോദിക്കണം, നിങ്ങൾ ആരെയും വിളിക്കാറുണ്ടോ? ഞങ്ങൾ ഭയങ്കര ബിസിയാണ്. അപ്പം പിന്നെ മിണ്ടരുത്, അങ്ങനത്തെ ഒരു വിഷയമേ അവതരിപ്പിക്കില്ലേ. അങ്ങനെയല്ല, ആർക്കാ ബിസി ഇല്ലാത്ത, എല്ലാവർക്കും ഉണ്ട് ബിസി. ആർക്കാ പനിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരുമില്ല, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി ഒന്നും വേണം. നിങ്ങൾ കറിക്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഒരു കോള്, ഒരു ദിവസം ഒരാൾ വിളിച്ച് ഒരു 3 മിനിറ്റ് കൂടുതൽ സംസാരിക്കരുത്, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടുതൽ സംസാരിക്കരുത്. അത് പിന്നെ പ്രശ്നമാകും. ക്ഷമ അന്വേഷിക്കുക. ചില സഹോദരങ്ങൾ എനിക്ക് ഭയങ്കര സന്തോഷം, വിളിക്കും, അതൊരു വാക്ക് പ്രാർത്ഥിക്കും, ഭയങ്കര സന്തോഷം. അമ്മ ഒന്നും അവരെ വിളിച്ച് പറയണ്ട, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് അവർ ഒരു വാക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ബലമാണ്, സന്തോഷമാണ്. അപ്പോൾ ഇതൊക്കെയാണ് സഹോദര സ്നേഹം എന്ന് പറയുന്നത്. ഇതാണ് എന്ത് പറഞ്ഞാലും മിണ്ടത്തില്ല, അനങ്ങത്തില്ല. കാരണം എന്താ, എന്നോട് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞാൽ ഡയറക്റ്റ് ഡീൽ ചെയ്താലേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ, വരത്തുള്ളൂ, പോകത്തുള്ളൂ. അവരെ ആരും മൈൻഡ് ചെയ്യരുത്, ഒരു കാരണവശാലും ഒന്നും പറയരുത്. അങ്ങനെ ഭയങ്കര വെയിറ്റുള്ള, നേരിട്ട് പറഞ്ഞാൽ, നേരിട്ട് വിളിച്ചാൽ ഉള്ളെങ്കിൽ ഇവരെയൊക്കെ ഒരു വശത്തോട്ടം. ഇതൊന്നും ദൈവസ്നേഹത്തിന് ഇടപാടേ അല്ല. ഇവരെ ഒന്നും താങ്ങി വെറുതെ സമയം കളയരുത്. പറഞ്ഞാൽ മനസ്സിലാകുന്നവരുണ്ട്, ഗ്രഹിക്കുന്നവരുണ്ട്. അതുകൊണ്ട് എല്ലാ ദൈവമക്കളോടും പറയുന്നു, ആമേൻ, ദൈവസ്നേഹത്തിന് പ്രദർശനം ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ട് വരും. നമ്മൾ അന്യഭാഷയുണ്ട്, ആരാധനയുണ്ട്, ശുശ്രൂഷയുണ്ട്, ബീയിങ് അവൈലബിൾ ഫോർ ഗോഡ്, തീം പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ. നിങ്ങളെ ഓർത്ത് ഒരു കുടുംബം കരയരുത്, നിങ്ങളെ ഓർത്ത് ഒരു കുടുംബം ഞരങ്ങരുത്. ദൈവസഭയ്ക്കകത്തുള്ള ഒരു കുടുംബം നിങ്ങളെ ഓർത്ത് ഭാരപ്പെടരുത്. എന്നാലും എന്നെ കണ്ടിട്ട്
അല്ലെ എന്നോടൊന്നും മിണ്ടിയില്ലല്ലോ, അല്ലെ ഒന്ന് സ്നേഹത്തോടെ എന്നെ അവഗണിക്കുന്നല്ലോ എന്ന് ആരും കംപ്ലൈന്റ് പറയരുത്. വളരെ ശ്രദ്ധിക്കണം. കാരണം പരിശുദ്ധാത്മാവാ സഭയ്ക്കകത്ത് ഇറങ്ങേണ്ടത്, ദൈവാത്മാവാണ് സഭയെ നയിക്കേണ്ടത്. പാസ്റ്റർ എന്തൊക്കെ പഠിച്ച് എന്തൊക്കെ പരിപാടി ഒപ്പിച്ചെന്ന് പറഞ്ഞാലും ഒന്നും വർക്കൗട്ട് ആവത്തില്ല. പരിശുദ്ധാത്മാവ് ആക്ട് ചെയ്താല് അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കത്തുള്ളൂ. നമ്മളൊരു വശത്തുനിന്ന് കുറവ് തീർത്ത് പണിത് വരുമ്പോ പരിശുദ്ധാത്മാവിന്റെ നദി സഭയ്ക്കകത്ത് ഒഴുകണം. ആ ദൈവശക്തിയുടെ പ്രദർശനം വെളിപ്പെട്ട് വരുമ്പോൾ സ്തോത്രം, നമ്മുടെ ആരുടെയും നിസ്സാരമായ ചില മനോഭാവങ്ങൾ, ചില തീരുമാനങ്ങൾ ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ ആ സഹോദര പ്രീതിയുടെ അന്തരീക്ഷം വളരെ നന്നായി പുതുതായിട്ട് ഒരാൾ സഭയ്ക്കകത്ത് കടന്നു വരുമ്പോൾ അവർ പറയണം, വീട്ടിൽ ഞാൻ വന്ന പോലാണ്. എനിക്ക് നമ്മുടെ തമിഴ് സഹോദരന്മാര്, തെലുങ്ക് സഹോദരന്മാര് അവരെപ്പോഴും പറയും, എനിക്ക് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയും, ഫീൽ ലൈക്ക് ഹോം എന്നാ ചിരിച്ചോട്ട് പറയും. ഞങ്ങളുടെ വീട് പോലെ തോന്നും. അവരെ നമ്മളാരും വിളിക്കാറില്ല. സ്തോത്രം. അവരെല്ലാ ആഴ്ചയും വരും. വളരെ സന്തോഷം. എപ്പോൾ ചോദിച്ചാൽ അവർ പറഞ്ഞിറക്കുന്നു ഫീൽ ലൈക്ക് ഹോം പാസ് എന്ന് പറയുന്നത്. ഭയങ്കര സന്തോഷം തോന്നി. നമ്മളിവിടെ ഹല്ലേലൂയ നമ്മളിവിടെ ഉള്ളവർക്ക് ഇത് ഒരിക്കലും എന്തായിട്ട് തോന്നിയിട്ടില്ല. എല്ലാവർക്കും അല്ല, ഇപ്പൊ എല്ലാവർക്കും തോന്നി വരുന്നുണ്ട്. സ്തോത്രം. ഇത് ഞാൻ പറഞ്ഞ സാരം, ദൈവമക്കളെ ഹല്ലേലൂയ, നാം അല്പനാളത്തേക്കായി ഭൂമിയിലായിരിക്കുന്നത്. ദൈവസഭ ഒരു സന്തോഷമായിട്ട് മാറണം, ഒരു അനുഗ്രഹമായിട്ട് മാറണം. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ദൈവസഭ ഇവിടെ 50 കുടുംബം കൂടെ വന്നിട്ട് സഭയാകുന്നതല്ല സഭ. ഉള്ളവർ ഈ സ്നേഹം അനുഭവിക്കണം. പരിശുദ്ധാത്മ അവിടെയാണ്. ആ സ്നേഹത്തിൽ നാം കരം കോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം സംഭവിക്കുമെന്ന്. ആ ദൈവ സ്നേഹത്തിലും ആ പരിശുദ്ധാത്മാവിന്റെ ഐക്യതയിൽ നാം ഒരു കാര്യം ആത്മാവിൽ കൽപ്പിക്കുമ്പോൾ അഴിയാത്ത ഒരു ബന്ധനവും വരത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദര പ്രീതി വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. 5 കാര്യങ്ങൾ ദൈവവുമായിട്ട് ഡീൽ ചെയ്ത്. എന്തൊക്കെയാണ്? വിശ്വാസം, വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയജയം, സ്ഥിരത, അല്ലെങ്കിൽ ഭക്തി. ഇതെല്ലാം നമ്മളും ദൈവവുമായിട്ടുള്ളതാണ്. എന്നാൽ ഇത്രയും ഉണ്ടെങ്കിൽ ഇതിന്റെ വെളിപ്പെട നിങ്ങൾ ഒരു ആത്മീയരാണ്, നിങ്ങളൊരു ദൈവമായി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ആർക്കെങ്കിലും മനസ്സിലാവും നിങ്ങൾ പ്രാർത്ഥന മനുഷ്യനാണ്? നമുക്ക് ആർക്കറിയത്? നമുക്ക് ഒരാൾക്ക് നിങ്ങളിലൊരു ദൈവകൃപ ഉണ്ടെന്ന് സഭയ്ക്കകത്ത് വെളിപ്പെട്ട് വരണം. അറിയണം. അതറിയണമെങ്കിൽ നിങ്ങളുടെ സംസാരിക്കുമ്പോൾ, നിങ്ങളോട് സഹകരിക്കുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുന്നത്. ഞാൻ ഓർക്കുന്നു, നമ്മുടെ പ്രിയ ജോജി ബ്രദർ, നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഞായറാഴ്ച ഒരു ഇവാഞ്ചലിസം ഞങ്ങൾ കുറച്ചുപേരിങ്ങനെ ഇരുന്ന് സംസാരിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന പല കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ദൈവിക വിഷയത്തിൽ വളരെ കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. ഇവിടെ ജോജി റെനിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. വളരെ സന്തോഷം തോന്നി, വളരെ അഭിമാനം തോന്നി. പറയുവാനും പഠിപ്പിക്കുവാനും ഒത്തിരി സാധനം വായിച്ചും കേട്ടും മനസ്സിലാക്കി പ്രാപിച്ച ഒരു ദൈവ മനുഷ്യൻ. അറിയാൻ കാരണം എന്താ? സഹകരിച്ച് തമ്മിൽ സംസാരിച്ച് സഹകരിക്കുന്ന ഒരു അന്തരീക്ഷം വന്നപ്പോഴാണ് ഇങ്ങനൊക്കെ ഉണ്ടെന്ന് മനസ്സിലായത്. അതുകൊണ്ട് നിങ്ങളിലെല്ലാം ദൈവകൃപയുണ്ട്. അതുകൊണ്ട് ഈ 2025 ദൈവത്തെ ഓർത്ത് ആഴ്ച ഒന്നെങ്കിലും ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണേ, ദൈവമക്കളുമായിട്ട് സഹകരിക്കണേ. ഇനി തണുപ്പായോണ്ട് വരണ്ട. ഇനി ഞാൻ പറഞ്ഞപ്പോൾ പനിയും പിടിച്ച് പ്രശ്നം ഉണ്ടാക്കല്ലേ. നിങ്ങൾ ഇറങ്ങിയില്ലേലും കുഴപ്പമില്ല, ഒന്ന് വിളിക്കണേ. ഇങ്ങനൊക്കെ ഉണ്ടോ എന്നൊന്ന് തിരക്കണേ. എന്നെ വിളിക്കണ്ട, ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് ഒരു പ്രയാസവുമില്ല. കാരണം എൻ്റെ ഉത്തരവാദിത്വമാണ് നിങ്ങളെ വിളിക്കേണ്ടത്. അതൊന്നും വിഷയമല്ലെങ്കിലും നിങ്ങൾ ഇതുവരെ വിളിക്കാത്തവർ, പറയാത്തവരൊക്കെ നിങ്ങൾ പോകണം. എന്നും പോയ വീട്ടിൽ പോകാത്തവരുടെ വീട്ടിൽ നിങ്ങൾ ഒരു പ്ലാൻ ഉണ്ടാക്കണം. അടുത്ത മാസം ഡ്യൂട്ടി അവധിയൊക്കെ നോക്കിയിട്ട് 2 നമുക്ക് പോകണം. ദൈവസ്നേഹം വർദ്ധിക്കട്ടെ, ദൈവകൃപ വർദ്ധിക്കട്ടെ. സ്തുതം പ്രാർത്ഥിച്ച് പാട്ടുപാടി ആരാധിച്ചിട്ട് ഒരു അനുഗ്രഹമായി തീരും.
ആമേൻ സ്തോത്രം. ഇങ്ങനൊന്നും പറയാനായിട്ട് വന്നതല്ല, പക്ഷെ സഹോദര പ്രീതി എനിക്കങ്ങ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞങ്ങ് പോയത് കേട്ടോ. നിങ്ങൾക്ക് ആർക്കും പ്രയാസമൊന്നും തോന്നരുത്, ഇതൊരു സത്യമാണ്. ആമേൻ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സ്തോത്രം. ആമേൻ. ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആമേൻ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിന്ന് പത്രോസ് അവൻ മടങ്ങി പോകുവാനായിട്ട് ഇടയായി. എന്നാൽ ആ കടലിലോട്ട് കർത്താവ് ഇറങ്ങി ചെന്നിട്ട് പത്രോസിനെ വിളിക്കുന്നുണ്ട്. പത്രോസിനെ വിളിച്ചിട്ട്, പത്രോസ് നീ എന്നെ അമ്മ വാസ്തവമായി സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ കർത്താവിൻ്റെ ഒരു ആ സഹോദര സ്നേഹമാണ്. അത് കൂടെ നടന്ന പത്രോസാണ്. നമ്മൾ ഈ അകപ്പയെ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. എന്നാൽ മറ്റൊരു വശം നോക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ വിളിക്കാൻ കാരണം ആ സഹോദര സ്നേഹമാണ്. കൂടെ നടത്തി പഠിപ്പിച്ചൊരുക്കിയെടുത്തു. ഭയങ്കര മിസ്റ്റേക്കാണ് സംഭവിച്ചത്, തന്നെ ഒരു കാലത്ത് ഉൾക്കൊള്ളാൻ പറ്റാത്ത മിസ്റ്റേക്ക്. എങ്കിൽ പോലും കർത്താവിന് ഉയർത്തെഴുന്നേറ്റപ്പോൾ മറിയോട് പറയുന്നുണ്ട്, ആ പത്രോസിനോട് പറഞ്ഞേക്കണം ഞാൻ ഉയർത്തെഴുന്നേറ്റത്. കാരണം ആ കൂട്ടത്തിൽ അവിടെ ഇല്ല. അവിടെ എല്ലാം കാണാൻ കഴിയുന്നത് ആ സഹോദര സ്നേഹമാണ്. ആ യഥാർത്ഥ ഹൃദയത്തിനകത്തുനിന്ന് സ്നേഹിച്ചു പോയാൽ നമുക്ക് ഒരു ചെറിയ വിഷയം കൊണ്ടൊന്നും ഇത് ബന്ധം കട്ടാകത്തില്ലെന്നേ. എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയൊരു വാക്കുകൾ കൊണ്ട് ഉടനെ നിർത്തുന്നതല്ല കേട്ടോ, അങ്ങനെ അവസാനിക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരെയും സ്നേഹിക്കത്തില്ലല്ലോ. അതുകൊണ്ട് യഥാർത്ഥ കാരണം അടുത്ത ആഴ്ച നമുക്ക് മറ്റു ഭാഗങ്ങൾ വായിക്കാം. പരിശുദ്ധാത്മാവ് ദൈവം നൽകി തന്ന പരിശുദ്ധാത്മാവിലാണ് ഈ സ്നേഹം ഇരിക്കുന്നത്. അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടോണ്ട് അതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് സ്നേഹം. ഇത് സ്നേഹിച്ചു പോകും. അന്യഭാഷ മാത്രം പറയുന്ന ആരാധിക്കുന്ന മാത്രം ആത്മാവല്ല. സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹം, ദൈവം തന്ന പരിശുദ്ധാത്മാവിനെ ഹൃദയങ്ങൾ വസിക്കുന്നില്ലയോ? അപ്പോൾ ആത്മാവ് നമ്മുടെ അകത്ത് വരുമ്പോഴുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മൾ സ്നേഹിച്ചു പോകും. പണ്ട് ഒന്ന് പറഞ്ഞാൽ തിരിച്ചു പറയുന്ന, ഒരു കാലത്തും തിരിഞ്ഞു നോക്കാത്ത സ്വഭാവക്കാരൊക്കെയാണ് നമ്മൾ. പക്ഷെ ഈ സ്നേഹം ദൈവാത്മാവ് അകത്ത് വന്നു കഴിയുമ്പോൾ ഇത് സ്നേഹിച്ചു പോകും. എപ്പോൾ സ്തോത്രം കുറവും ബലഹീനത പോരായ്മയും എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പോലും, സംഭവിച്ചാൽ പോലും കട്ട് ചെയ്ത് ബന്ധം അവസാനിപ്പിച്ച് രണ്ടാക്കുന്നതല്ല. ദൈവസ്നേഹം വീണ്ടും കൂട്ടിമുട്ടിക്കുന്ന, വീണ്ടും ഉൾക്കൊള്ളുന്ന, പഴയത് മറന്ന് അല്പം കൂടെ സ്നേഹം കൂട്ടുന്നതാണ് ഈ ദൈവസ്നേഹം, സഹോദര സ്നേഹം എന്ന് പറയുന്നത്. യേശു കർത്താവ് ആ സ്നേഹം അങ്ങോട്ട് നീട്ടിയിട്ട് കൊടുത്തു. പത്രോസോട് പറഞ്ഞു, പത്രോസേ യേശു പ്രത്യേകിച്ച് നിന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട്, നിന്നോട് പറയണം. പക്ഷെ അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റിയില്ല. പത്രോസ് ഓടിപ്പോയെങ്കിലും, അകലം വിട്ടു പോയെങ്കിലും യേശു വേറെ ആരോടും ചോദിച്ചില്ല. അല്ലൂയ്യ കണ്ണിൽ ചുട്ട മീനും അപ്പമൊക്കെ എടുത്തു കൊടുത്തിട്ട് 3 വട്ടം ചോദിച്ചു, സ്നേഹിക്കുന്നോ? സ്നേഹിക്കുന്നെങ്കിൽ തേണ്ട, ഞാൻ ഒന്നും മാറ്റിയിട്ടില്ല, ഞാൻ വേറെ ആർക്കും കൊടുത്തിട്ടില്ല, നീ ചെയ്യേണ്ട നിന്റെ ആ പദ്ധതി ഒന്നും വേറെ ആർക്കും ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല. നീ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ ആടുകളെ മേയ്ക്കാം. പത്രോസ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സ്തോത്രം, സ്നേഹിക്കുന്നു, നീ അറിയുന്നു, എനിക്ക് സ്നേഹമുണ്ട്. ഇന്ന് പകൽക്കാലം അതും ഒരു സഹോദര സ്നേഹമാണ് മറുവശത്ത് കാണുന്നത്. ഇന്ന് പകൽക്കാലം പ്രിയരെ, അത് നമ്മുടെ സഭയ്ക്കകത്ത് വെളിപ്പെട്ട് വരുമെന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ, കുറവുകളോട് കൂടെ ഉൾക്കൊള്ളുവാൻ, സ്നേഹിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യഥാർത്ഥ പരിശുദ്ധാത്മാവിന്റെ പ്രദർശനം രോഗശാന്തി, ഭൂതശാന്തി മാത്രമല്ല, സ്നേഹം. സ്തോത്ര ലൂയ, അത് വെളിപ്പെട്ട് വരണം. സഭയ്ക്കകത്ത് അത് ശക്തമായി വെളിപ്പെട്ട് വരണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ദുഷ്ടശക്തിയും, ഒരു കയ്പിന്റെ വേരും, ഒരു അകൽച്ചയുടെ അന്തരീക്ഷവും ഒരു കുടുംബത്തിനകത്തും, ഒരു കുടുംബങ്ങൾ തമ്മിൽ, വ്യക്തികൾ തമ്മിൽ ഉണ്ടാകാത്ത വിധത്തിൽ, അതിന് സ്പേസ് ഇടാത്ത വിധത്തിൽ ദൈവ സ്നേഹത്തിന്റെ ആ ബന്ധത്തിലോട്ട് പരിശുദ്ധാത്മാവ് സഭയെ ഒന്നിക്കട്ടെ. എല്ലാ മുൻവിധികളും മാറിപ്പോകട്ടെ. എല്ലാ കയ്പിന്റെ വേരും അതിന്റെ വേരോടെ പറഞ്ഞു പോകട്ടെ. ദൈവികമല്ലാത്ത, ദൈവ സ്നേഹത്തിൽ നിന്നല്ലാത്തതെല്ലാം അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വർഗപിതാവേ, ഒരുമിച്ച് ഇന്നൊരു രാത്രിയിൽ ദൈവസഭയാം കുടുംബങ്ങളെ എല്ലാം അങ്ങയുടെ കരുത്തിൽ ഏൽപ്പിക്കുന്നു. ഭക്തിയോടൊപ്പം, പ്രാർത്ഥന ജീവിതത്തോടൊപ്പം, വിശുദ്ധ ജീവിതത്തോടൊപ്പം, ദൈവകൃപയോടൊപ്പം, ശുശ്രൂഷയോടൊപ്പം, സഹോദരങ്ങൾ, ഒരസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമായ ഞങ്ങളുടെ കൂടപ്പറപ്പുകളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ കരുതുവാൻ
അവരെ സ്നേഹിപ്പാൻ, അവരുടെ മുറിവുണക്കുവാൻ, ഒരാശ്വാസമായി തീരുവാൻ, ഒരു സമാധാനമായി തീരുവാൻ, ആ സഹോദര സ്നേഹം, സഹോദര പ്രീതി അവൻ അത് എവിടെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്നൊരു രാത്രിയിൽ ഈ വചനത്തിന്റെ മുൻപിൽ ആ വിഷയത്തിന്റെ മേൽ ഒരു ജയം കൽപ്പിക്കുകയാണ്. ആ വിഷയത്തിന് വിടുതലുണ്ടാകുന്ന കുടുംബങ്ങൾ തമ്മിൽ, ഓ ജീസസ് ഹല്ലേലൂയ, സഹോദരങ്ങൾ തമ്മിൽ അവ എല്ലാ വിള്ളലുകളും അകൽച്ചകളും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. സന്തോഷത്തോടെ ഒരു വേദനയുണ്ടെന്നറിഞ്ഞാൽ ഓടിയെത്തുവാൻ, ഒരു ഭാരമുണ്ടെന്നറിഞ്ഞാൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിപ്പാൻ, ഹല്ലേലൂയ, ഒരു കുറവുണ്ടെന്നറിഞ്ഞാൽ ഉപവസിപ്പാൻ, തമ്മിൽ തമ്മിൽ ഭാരം ചുമന്ന് ആ ദൈവ സഹോദര പ്രീതിയുടെ ദൈവ സ്നേഹത്തിന്റെ ആഴം ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടുന്നുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുകയാണ്. കൃപ കൂടെ ഇരിക്കും, മഹത്വം കെടുക്കും. പരിശുദ്ധാൽ ഉള്ളത്തോട് പിന്നെ സംസാരിക്കണം. മഹത്വം കെടുക്കും യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് ഉണ്ട്. നിങ്ങൾ മുടങ്ങാതെ വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കുന്ന ആശീർവാദത്തോടെ നമുക്ക് പിരിയാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവാം ദൈവത്തിന്റെ സ്നേഹം ആശ്വസിപ്പിച്ച് നമ്മെ വഴിയടച്ചുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മ കാവല് സൂക്ഷിപ്പരുവാനും നമ്മേവരോട് നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ എന്നുപോലെ നേക്കും നമ്മുടെ കർത്താവിന്റെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അതൊക്കെ കുഞ്ഞാടിന് മഹത്വം അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. God bless.